ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് വളരെ ക്യൂട്ടായിട്ടുള്ള നമുക്കൊരു ഗ്രാനി സ്ക്വയർ ചെയ്തെടുക്കാനാണ്. ഈ ഗ്രാനി സ്ക്വയർ വെച്ചിട്ട് നമുക്ക് ഒരുപാട് ഐറ്റംസ് ചെയ്തെടുക്കാൻ പറ്റും. ഞാനിപ്പം ചെയ്യുന്നത് ബാഗാണ്. അപ്പോൾ നിങ്ങൾക്ക് ബാഗല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ടേബിൾ മാറ്റ് അതുപോലെ ബെഡ്ഷീറ്റ് വരെ ഈ ഒരു ഗ്രാനി സ്ക്വയർ വെച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ബാഗ് തന്നെ ഒരുപാട് ഷേപ്പിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ ബാഗ് ചെയ്യാനായിട്ട് ഞാനിവിടെ 3 കളർ യാൺസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്ര കളർ യാൺസ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഒരു ഷെയ്ഡിലാണെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ 3, 4, 5 എത്ര ഷെയ്ഡിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഡാർക്ക് മെറൂണും അതുപോലെ ഓഫ് വൈറ്റ് പിങ്ക്. അതാണ് നമ്മൾ കസ്റ്റമർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും വർക്ക് ചെയ്യുക കസ്റ്റമറിൻ്റെ റിക്വസ്റ്റ് പ്രകാരമുള്ള കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഡ്രസ്സുകളും അതുപോലെ ബാഗും എന്തായാലും അങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ ഈ ഒരു 3 കളറിലാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഞാനിത് 4 പ്ലേ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ബേബി സോഫ്റ്റ് കോട്ടൺ യാണാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത്. ഏത് ആക്രിലിക് യാൺ വെച്ചിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. 4 പ്ലേ ആയതുകൊണ്ട് ഞാൻ 2.5 mm ഹുക്ക് സെറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ 8 പ്ലേ ആണെങ്കിൽ നിങ്ങൾ 4 mm ഹുക്ക് സെറ്റ് യൂസ് ചെയ്യാം. അപ്പോൾ കുറച്ച് വലിയ സൈസിൽ കിട്ടും. ഇത് ചെറിയ സ്റ്റിച്ചസ് വേണമെന്നുണ്ടെങ്കിൽ 4 പ്ലേ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ബാഗ് ചെയ്യണമെങ്കിൽ ആദ്യം ഒരു ഗ്രാനി സ്ക്വയർ ചെയ്തെടുക്കണം. അപ്പോൾ ഗ്രാനി സ്ക്വയർ ചെയ്യാനായിട്ട് ഫസ്റ്റ് നമുക്കൊരു സ്ലിപ്പ് നോട്ട് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സ്ലിപ്പ് നോട്ടിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് 4 ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. ഞാനോ ചെയ്യാം. ഹുക്കിൻ്റെ മുകളിലേക്ക് വലിക്കുക. 1 2 3 4 4 ചെയിൻ സ്റ്റിച്ച് ചെയ്തു. ഫസ്റ്റ് ചെയ്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. നമുക്കൊരു സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. യാണോർ ചെയ്യുക. ഹുക്കിൻ്റെ മുകളിലേക്ക് വലിക്കുമ്പോൾ 2 ലൂപ്പ് കിട്ടും. ഈ ഒരു ലൂപ്പിലൂടെ പുറത്ത് കൊടുക്കാം. ഇനി നമ്മൾ 3 ചെയിൻ ചെയ്ത് കൊടുക്കുക. 1 2 3 ചെയിൻ ചെയ്യുക. ഈ 3 ചെയിൻ നമ്മളൊരു DC ആയിട്ട് കൗണ്ട് ചെയ്യുക. ഇനി നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നത് ഈ ഒരു സെൻറ്ററിലേക്കാണ് നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്. ആദ്യം യാണോർ ചെയ്യുക. ഈ സെൻറ്ററിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. നമുക്ക് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. യാണോർ ചെയ്യുക. ഹുക്കിൻ്റെ മുകളിലേക്ക് വലിക്കുമ്പോൾ ഹുക്കിൽ 3 ലൂപ്പ് കിട്ടും. യാണോർ ചെയ്യുക. 2 ലൂപ്പിനൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ ഹുക്കിൽ 2 ലൂപ്പ് കിട്ടും. യാണോർ ചെയ്യുക. 2 ലൂപ്പിനൂടെ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നമ്മളൊരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. ടോട്ടൽ നമുക്ക് 12 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് ഈ ഒരു സർക്കിളിൻ്റെ ഉള്ളിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 3 ചെയിൻ ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചായിട്ട് കൗണ്ട് ചെയ്യും. പിന്നെ നമ്മൾ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി നമുക്ക് അപ്പോൾ 2 ആയി. 3 4 5 6 7 8 9 10 11 12. അപ്പോൾ നമ്മളിവിടെ 12 സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ഫസ്റ്റ് ചെയ്ത 3 ചെയിൻ ചെയ്ത ആ ഒരു 1 2 3 തേർഡ് ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 2 ലൂപ്പ് കിട്ടും. ഈ ഒരു ലൂപ്പിനൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമുക്കിവിടെ 12 സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു സർക്കിളാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ചെയിൻ 1 ചെയ്യുക. നമ്മൾ യാണ് കട്ട് ചെയ്യാണ്. നമുക്ക് യാണ് കട്ട് ചെയ്യുക. സെയിം കളർ യാണാണെങ്കിൽ നമ്മൾ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാനിവിടെ കളർ ചേഞ്ച് ചെയ്യുന്നതുകൊണ്ടാണ് യാണ് കട്ട് ചെയ്യുന്നത്. നിങ്ങൾ സെയിം കളർ തന്നെ ചെയ്യുന്നതാണെങ്കിൽ യാണ് കട്ട് ചെയ്യാതെ കണ്ടിന്യൂസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നമ്മൾ ഈ ഒരു ചെയിനിനെ നമുക്ക് ആദ്യം പിന്നെ മുകളിലേക്കും കട്ട് ചെയ്ത യാണിനെ മുകളിലേക്കും താഴത്തേക്കും ആക്കിയിട്ട് ഇതൊന്ന് താഴെ ഭാഗത്തേക്ക് ആക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ ഫ്രണ്ട് സൈഡ് വരുന്നത്. ഇത് നമ്മളെ ബാക്ക് സൈഡാണ്. അപ്പോൾ ഇനി നമ്മൾ ഇവിടെയാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. അവിടെ തന്നെ എടുക്കണ്ട. ഏതെങ്കിലും ഒരു ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. ഏത് ചെയിനിലായാലും കുഴപ്പമില്ല. ഏതെങ്കിലും ഒരു ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഇനി ഞാൻ പിങ്ക് കളർ യാണാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഏത് കളർ ആഡ് ചെയ്യണമെന്നുള്ളത്.
സെയിം കളറാണെങ്കിൽ അങ്ങനെ ചെയ്തു പോയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ കുറച്ച് ടൈലൻ്റ് അധികം എടുത്തിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ഈ ഒരു ഫിംഗറിനോണ്ട് ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് യാൺ ഓവർ ചെയ്യുക. ഇപ്പോൾ മുകളിലേക്ക് എടുക്കുക. 1 2 3 4 4 ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി 2 ടൈംസ് യാൺ ഓവർ ചെയ്യുക. നമ്മൾ ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ച് ഡിക്രീസിങ് ആണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 2 ടൈംസ് യാൺ ഓവർ ചെയ്യുക. ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ചെയ്യുക. ഹുക്കിനെ മുകളിലേക്ക് വലിക്കുമ്പോൾ നമുക്കിവിടെ ഹുക്കിൽ 4 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക. 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ വീണ്ടും ഹുക്കിൽ 3 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക. 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമുക്ക് ഹുക്കിൽ 2 ലൂപ്പ് കിട്ടും. അപ്പോൾ നമ്മളിനി ഇത് ഫിനിഷ് ചെയ്യുന്നില്ല. വീണ്ടും 2 ടൈംസ് യാൺ ഓവർ ചെയ്യുക. സെയിം സ്പേസിൽ തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ചെയ്യുക. ഹുക്കിനെ മുകളിലേക്ക് വലിക്കുമ്പോൾ അപ്പോൾ നമുക്ക് ഹുക്കിൽ 1 2 3 4 5 സ്റ്റിച്ച് കിട്ടും. യാൺ ഓവർ ചെയ്യുക. 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമുക്ക് ഹുക്കിൽ 1 2 3 4 സ്റ്റിച്ച് കിട്ടും. യാൺ ഓവർ ചെയ്യുക. 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമുക്ക് ഹുക്കിൽ 3 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക. ഈ 3 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുമ്പോൾ നമുക്ക് ഒരു ട്രിപ്പിൾ ക്രോഷ്യ ഡിക്രീസിങ് സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയിൻ 2 ചെയ്യുക. 1 2 ചെയിൻ 2 ചെയ്തു. ഇനി നമ്മൾ ഇവിടെ 2 ടൈംസ് യാൺ ഓവർ ചെയ്യുക. തൊട്ടടുത്ത സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ചെയ്യുക. ഹുക്കിൻ്റെ മുകളിലേക്ക് വലിക്കുമ്പോൾ ഹുക്കിൽ 4 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക. 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ ഹുക്കിൽ 3 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക. 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുമ്പോൾ ഹുക്കിൽ 2 ലൂപ്പ് കിട്ടും. വീണ്ടും 2 ടൈംസ് യാൺ ഓവർ ചെയ്യാം. സെയിം സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ചെയ്യുക. ഹുക്കിൻ്റെ മുകളിലേക്ക് വലിക്കുമ്പോൾ ഹുക്കിൽ 5 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക. 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുമ്പോൾ ഹുക്കിൽ 4 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക. 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുമ്പോൾ ഹുക്കിൽ 3 ലൂപ്പ് കിട്ടും. വീണ്ടും നമ്മൾ 2 ടൈംസ് യാൺ ഓവർ ചെയ്യുക. ഇനി നമ്മൾ 3 പ്രാവശ്യം ഈ ഒരു ഇത് ചെയ്യണം കേട്ടോ. അപ്പോൾ വീണ്ടും നമ്മൾ 1 2 3 4 5 6 6 എണ്ണം കിട്ടും. യാൺ ഓവർ ചെയ്യുക. 2 എണ്ണത്തിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുമ്പോൾ 5 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക. 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുമ്പോൾ നമുക്ക് 4 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക. ഈ 4 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു 4 ചെയിൻ ചെയ്ത ഈ ഫസ്റ്റത്തെ ഈ ഒരു സ്റ്റിച്ചിന് ഒരു ഡിഫറൻസ് ഉണ്ട്. ഈ പാറ്റേൺ ആണ് നമ്മൾ ഇനി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഒരു പ്രാവശ്യം കൂടി കാണിക്കുക. ചെയിൻ 2 ചെയ്യുക. 2 ടൈംസ് യാൺ ഓവർ ചെയ്യുക. തൊട്ടടുത്ത സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. നമ്മളിവിടെ ഈ 12 സ്റ്റിച്ചിലും ഈ ഒരു ഡിക്രീസിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. തൊട്ടടുത്ത സ്റ്റിച്ചിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് യാൺ ഓവർ ചെയ്ത് മുകളിലേക്ക് വലിക്കുമ്പോൾ നമുക്ക് 4 ലൂപ്പ് കിട്ടും. ഫസ്റ്റ് യാൺ ഓവർ ചെയ്യുക. 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുമ്പോൾ നമുക്ക് 3 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക. ഈ 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുമ്പോൾ നമുക്ക് 2 ലൂപ്പ് കിട്ടും. വീണ്ടും നമുക്ക് 2 ടൈംസ് യാൺ ഓവർ ചെയ്യുക. സെയിം സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ചെയ്യുക. ഹുക്കിന് മുകളിലേക്ക് വലിക്കുമ്പോൾ ഹുക്കിൽ നമുക്ക് 5 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക. 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുമ്പോൾ നമുക്ക് ഹുക്കിൽ 4 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക. 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുമ്പോൾ നമുക്ക് ഹുക്കിൽ 3 ലൂപ്പ് കിട്ടും. വീണ്ടും 2 ടൈംസ് യാൺ ഓവർ ചെയ്യുക. സെയിം സ്പേസിൽ തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ചെയ്യുക. ഹുക്കിൻ്റെ മുകളിലേക്ക് വലിക്കുമ്പോൾ ഹുക്കിൽ നമുക്ക് 1 2 3 4 5 6 കിട്ടും. യാൺ ഓവർ ചെയ്യുക. 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുമ്പോൾ നമുക്ക് 5 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക. 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുമ്പോൾ നമുക്ക് 4 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക. ഈ 4 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് വീണ്ടും ട്രിപ്പിൾ ക്രോഷ്യ ഡിക്രീസിങ് സ്റ്റിച്ച് കിട്ടി. ഇനി നമുക്ക് ചെയിൻ 2 ചെയ്യാം. വീണ്ടും 2 ടൈംസ് യാൺ ഓവർ ചെയ്യുക. തൊട്ടടുത്ത സ്പേസിൽ. അപ്പോൾ നമ്മൾ എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഈ ഒരു സെയിം പാറ്റേൺ നമുക്കിങ്ങനെ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ പെറ്റലും എല്ലാ ചെയിനിലും ട്രിപ്പിൾ ക്രോഷ്യ ഡിക്രീസിങ് ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് 1 2 3 4 5 6 7 8 9 10 11 11 എണ്ണം കിട്ടി. നമുക്ക് 12 എണ്ണം കിട്ടണം. അപ്പോൾ ചെയിൻ 2 ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ചെയിൻ ബാലൻസ് ഉണ്ട്. അപ്പോൾ അതിലും കൂടി നമുക്ക് ഒരു ട്രിപ്പിൾ ക്രോഷ്യ ഡിക്രീസിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 2 ടൈംസ് യാൺ ഓവർ ചെയ്യുക. സെയിം സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഇങ്ങനെ യാൺ ഓവർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് അപ്പോൾ 12 സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 2 ചെയിൻ ചെയ്യുക. ഫസ്റ്റ് ചെയ്ത
ആ 3 DC ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ചെയിൻ 1 ചെയ്യുക, യാണ് കട്ട് ചെയ്യുക, യാണ് കട്ട് ചെയ്ത് കൊടുക്കുക, വലിച്ച് ടൈറ്റ് ആക്കുക. അപ്പോൾ നമുക്കിങ്ങനെ ഉള്ളൊരു ഫ്ലവറാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു മെറൂൺ കളറ് യാണാണ്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു സ്പേസിൽ, ഇനി ഈ ഒരു സ്പേസിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു സ്പേസിൽ കുറച്ച് യാൺ എടുക്കുക, സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഇങ്ങനെ ഈ ഒരു ഭാഗത്തേക്ക് പ്രസ് ചെയ്ത് പിടിക്കുക. 1 2 3 4 ചെയിൻ ചെയ്യുക, 2 ടൈംസ് യാൺ ഓവർ ചെയ്യുക, സെയിം സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. നമ്മൾ ഇതിൽ 3 ഡബിൾ ക്രോഷ്യ, ചെയിൻ 3 ട്രിപ്പിൾ ക്രോഷ്യ ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ചെയിൻ 4 നമ്മൾ ഒരു ട്രിപ്പിൾ ക്രോഷ്യ ആയിട്ട് കൗണ്ട് ചെയ്യും, പിന്നെ 2 ട്രിപ്പിൾ ക്രോഷ്യ ചെയ്തു, അങ്ങനെ ടോട്ടൽ നമുക്ക് 3 ട്രിപ്പിൾ ക്രോഷ്യ കിട്ടും. വീണ്ടും ചെയിൻ 2 ചെയ്യുക, 2 ടൈംസ് യാൺ ഓവർ ചെയ്ത് സെയിം സ്പേസിൽ തന്നെ നമുക്ക് 1 2 3 ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ ഒരു സ്പേസിൽ നമ്മൾ 3 ട്രിപ്പിൾ ക്രോഷ്യ, ചെയിൻ 2 3 ട്രിപ്പിൾ ക്രോഷ്യ സെയിം സ്പേസിൽ ചെയ്യുന്നുണ്ട്. ആ ചെയ്യുന്നത് നമുക്ക് കോർണറാണ്, അതാണ് നമ്മളെ ഫസ്റ്റ് കോർണറായിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ചെയിൻ 2 ചെയ്ത ആ ഒരു സ്പേസിൽ നമുക്ക് സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. നമുക്ക് 4 കോർണറാണ് ഉണ്ടാവുക. അപ്പോൾ ഫസ്റ്റ് കോർണർ നമ്മൾ മനസ്സിലാവാൻ വേണ്ടിയിട്ട് സ്റ്റിച്ച് മാർക്കർ വെച്ചു. ഇനി നമ്മൾ അടുത്ത സ്പേസിൽ, ഈ ഒരു സ്പേസിലാണ് നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്. ഈ ഒരു സ്പേസിൽ നമുക്ക് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 1 2 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് നമ്മൾ ഈ ഒരു സ്പേസിൽ ചെയ്തു. ഇനി അടുത്ത സ്പേസിലും നമുക്ക് 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 1 2 2 3 ഈ ഒരു സ്പേസിൽ നമ്മൾ 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. അപ്പം നമ്മൾ 3 ട്രിപ്പിൾ ക്രോഷ്യ, ചെയിൻ 2 3 ട്രിപ്പിൾ ക്രോഷ്യ ഫസ്റ്റ് കോർണർ ചെയ്തു. പിന്നെ നമ്മൾ അടുത്ത 2 സ്പേസിലും 3 DC സെറ്റ് ചെയ്തു. നമ്മൾ ഇനി അടുത്ത മൂന്നാമത്തെ ഈ അടുത്ത സ്പേസിൽ നമ്മൾ രണ്ടാമത്തെ കോർണറാണ് ചെയ്യുന്നത്. അപ്പോൾ കോർണറിലായതുകൊണ്ട് നമ്മൾ 2 ടൈംസ് യാൺ ഓവർ ചെയ്തിട്ട് കോർണർ ചെയ്യാൻ, കോർണറിൽ നമ്മൾ ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ഈ കോർണറിൽ നമ്മൾ 3 ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാനായിട്ട് 2 ടൈംസ് യാൺ ഓവർ സ്റ്റാർട്ടിങ്ങിൽ ചെയ്യണം. എന്നിട്ട് ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ 3 പ്രാവശ്യം ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. ഇനി ചെയിൻ 2 ചെയ്യാം. വീണ്ടും നമുക്ക് സെയിം സ്പേസിൽ തന്നെ 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച്, ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ചും കൂടി ചെയ്യാം. അപ്പോൾ നമുക്ക് സെക്കൻഡ് കോർണർ കിട്ടും. ഓക്കെ, നമ്മൾ 3 ട്രിപ്പിൾ ക്രോഷ്യ, ചെയിൻ 2 3 ട്രിപ്പിൾ ക്രോഷ്യ ചെയ്തു. അവിടെ നമുക്കൊരു ഈ 2 ചെയിൻ ചെയ്ത അവിടെ നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് അടുത്ത സ്പേസിൽ നമുക്ക് 2 സ്പേസിലും 3 ട്രിപ്പിൾ ക്രോഷ്യ വീതം ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് സ്പേസിൽ 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക, 3 ഡബിൾ ക്രോഷ്യ സെയിം സ്പേസിൽ ചെയ്ത് കൊടുക്കുക. കോർണറിൽ മാത്രമാണ് നമ്മൾ ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുന്നത്. ഞാൻ അറിയാതെ ട്രിപ്പിൾ ക്രോഷ്യ എന്ന് പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എഴുതി വെക്കുക, കോർണറിൽ മാത്രം 3 ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യുന്നത്, ബാക്കി എല്ലാ സ്ഥലത്തും നമ്മൾ 3 ഡബിൾ ക്രോഷ്യ ആണ് ചെയ്യുന്നത്. അടുത്ത സ്പേസിലും 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക, അടുത്ത സ്പേസിൽ 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇവിടെ 2 സ്പേസിലും 3 ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി അടുത്ത സ്പേസിൽ നമ്മൾ ട്രിപ്പിൾ ക്രോഷ്യ ആണ് ചെയ്യുന്നത്. അത് നമ്മൾ കോർണറാണ്. കോർണറിൽ നമ്മൾ 3 ട്രിപ്പിൾ ക്രോഷ്യ, ഇത് നമ്മളെ തേർഡ് കോർണറാണ്, മൂന്നാമത്തെ കോർണറാണ്. അപ്പോൾ നമുക്ക് ടോട്ടൽ 4 കോർണറാണ് ഉണ്ടാവുക. അപ്പോൾ ഇത് മൂന്നാമത്തെ കോർണറിലാണ് നമ്മൾ ചെയ്യുന്നത്. 3 ട്രിപ്പിൾ ക്രോഷ്യ, ചെയിൻ 2 സെയിം സ്പേസിൽ തന്നെ 3 ട്രിപ്പിൾ ക്രോഷ്യ കൂടി ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളെ തേർഡ് കോർണർ നമുക്ക് കിട്ടും. അപ്പോൾ ഓരോ റൗണ്ടും എഴുതി വെക്കുക. എന്നിട്ട് ആ റൗണ്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അടുത്ത റൗണ്ട് ചെയ്യുക. അപ്പോൾ ഒന്നിച്ച് ചെയ്യുമ്പോൾ കൺഫ്യൂഷൻ വരും. അപ്പോൾ എഴുതി വെച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ തേർഡ് കോർണറും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തേർഡ് കോർണറിൻ്റെ 3 ട്രിപ്പിൾ ക്രോഷ്യ കഴിഞ്ഞിട്ട് ചെയിൻ 2 ചെയ്ത ആ ഒരു സ്പേസിൽ നമുക്ക്
സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. ഇനി അടുത്ത 2 സ്പേസിലും 3 ഡബിൾ ക്രോഷ്യ വീതം ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് സ്പേസിൽ 3 ഡബിൾ ക്രോഷ്യ ചെയ്യുക. 1 2 3. സെക്കൻഡ് സ്പേസിലും നമുക്ക് 3 ഡബിൾ ക്രോഷ്യ ചെയ്യാം. അപ്പോൾ ഈ റൗണ്ടിൽ നമ്മൾ 3 ഡബിൾ ക്രോഷ്യേൻ്റെ 2 സ്പേസിലും 3 ഡബിൾ ക്രോഷ്യ ചെയ്യും. പിന്നെ 4 കോർണറിലും നമുക്ക് ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യുക. ആ ഒരു ഇതാണ്, ഈ ഒരു പാറ്റേൺ ആണ് ഈ ഒരു റൗണ്ടിൽ നമ്മൾ ചെയ്യുന്നത്. കോർണറിൽ 3 ട്രിപ്പിൾ ക്രോഷ്യ, ചെയിൻ 2, 3 ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യുക. ഇത് നമ്മളെ 4th കോർണറാണ്. അപ്പോൾ ഈ ഒരു ചെയിൻ 2 ചെയ്ത സ്പേസിലും നമുക്ക് സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. ഇനി സ്റ്റിച്ച് മാർക്കർ ഇല്ലെങ്കിൽ എന്തെങ്കിലും പിന്നോ അതുപോലെ അല്ലെങ്കിൽ യാണ്, വേറെ കളർ യാണൊക്കെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. ആ ഒരു സ്പേസ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഇനി അടുത്ത സ്പേസിൽ നമുക്ക് 3 ട്രിപ്പിൾ ക്രോഷ്യ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. അടുത്ത സ്പേസിലും 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. 1 2 3 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. ഇനി നമുക്ക് 4 ചെയിൻ ചെയ്ത് അതിൻ്റെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ചെയിൻ 1 ചെയ്യുക, യാണ് കട്ട് ചെയ്യുക. നിങ്ങൾ സെയിം കളർ യാണ് തന്നെ ചെയ്യുകയാണെങ്കിൽ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ കളർ ചേഞ്ച് ചെയ്യുന്നതുകൊണ്ടാണ് യാണ് കട്ട് ചെയ്തിട്ട് ഞാനിങ്ങനെ വലിച്ച് ടൈറ്റാക്കി കൊടുക്കുക. അതിന് ശേഷം ഇതിങ്ങനെ മുകളിലേക്കും ഒന്ന് താഴത്തേക്ക് കൊടുത്തിട്ട് ആ ഒരു ഭാഗം ഹൈഡാക്കി കൊടുക്കുക, ബാക്ക് സൈഡിലേക്ക് ആക്കി കൊടുക്കുക. ആ ഒരു യാണ് ഇത് നമ്മൾ അടുത്ത കളർ യാണ് ആഡ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു കോർണർ കഴിഞ്ഞിട്ടുള്ള ഈ ഒരു ഭാഗ സ്പേസിൽ ആണ് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. കുറച്ച് യാണ് അധികം എടുക്കുക, ഈ ഭാഗത്തേക്ക് പ്രസ് ചെയ്ത് പിടിക്കുക. ഇനി നമ്മൾ യാണോ ചെയ്യുക. 1 2 3 ചെയിൻ ചെയ്യുക. ചെയിൻ സ്പേസിൽ 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 3 ചെയിന് നമ്മൾ ഒരു ഡബിൾ ക്രോഷ്യ ആയിട്ട് കൗണ്ട് ചെയ്യും. ഇനി അടുത്ത സ്പേസിൽ നമുക്ക് 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഒരു സ്പേസ് ഉണ്ടാവും. ആ ഒരു സ്പേസിലും നമുക്ക് 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഈ റൗണ്ടിൽ നമുക്ക് 3 സ്പേസിലും ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചിങ് ചെയ്യാനുണ്ടാവും. കഴിഞ്ഞ റൗണ്ടിൽ നമുക്ക് 2 സ്പേസാണ് ഉള്ളത്. ആ 2 സ്പേസിലാണ് നമ്മൾ 3 ഡബിൾ ക്രോഷ്യേൻ്റെ സ്റ്റിച്ച് ചെയ്തത്. ഈ റൗണ്ടിൽ നമുക്കത് 3 ആയിട്ട് ഇൻക്രീസിങ് ആവുന്നുണ്ട്. അതാണ് ഈ റൗണ്ടിലെ റൗണ്ട് ഇൻക്രീസിങ് ആയി വരുന്നതിൻ്റെ ഇത് മെത്തേഡ്. അപ്പോൾ നമ്മളിങ്ങനെ ഇൻക്രീസിങ് ആയി ചെയ്യുമ്പോൾ നമുക്ക് ലെങ്ത്തും വിഡ്ത്തും കൂടി കിട്ടും. അപ്പോൾ ഇനി വരുന്ന നമ്മളെ സ്പേസ് എന്ന് പറഞ്ഞത് ഈ ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ടുള്ള സ്പേസാണ്. ഈ ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ടുള്ള സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. അത് നമ്മളെ കോർണറാണ്. കോർണറിൽ നമ്മൾ ഇനി ഡബിൾ ക്രോഷ്യ തന്നെയാണ് ചെയ്യുന്നത്. ഇനിയുള്ള റൗണ്ടിൽ മുഴുവൻ നമ്മൾ ഡബിൾ ക്രോഷ്യ തന്നെയാണ് ചെയ്യുന്നത്. ആ ഫസ്റ്റ് റൗണ്ടിൽ മാത്രമാണ് നമ്മൾ ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യുന്നത്. ഇനി 3 ഡബിൾ ക്രോഷ്യ ചെയിൻ 2 ചെയിൻ സ്പേസിൽ തന്നെ 3 ഡബിൾ ക്രോഷ്യ ചെയ്യുക. എല്ലാ കോർണറിലും നമ്മൾ 6 സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. 6 ഡബിൾ ക്രോഷ്യ ചെയ്യും. ആ 3 ഡബിൾ ക്രോഷ്യ കഴിഞ്ഞിട്ട് ഒരു 2 ചെയിൻ ചെയ്യും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പാർട്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു 2 ചെയിൻ ചെയ്ത ഭാഗത്ത് നമുക്ക് സ്റ്റിച്ച് മാർക്കർ വീണ്ടും വെച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഭാഗം സ്റ്റിച്ച് മാർക്കർ എത്തുമ്പോൾ മനസ്സിലാവും അത് കോർണർ ആണെന്ന്. പിന്നെ ബാക്കി വരുന്ന അടുത്ത സ്പേസിൽ 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഈ 3 സെറ്റ് ചെയ്യാനുണ്ടാവും ഈ റൗണ്ടിൽ. അടുത്ത സ്പേസിലും 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ സെക്കൻഡ് സെറ്റായി. അടുത്ത സ്പേസിലും 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ മൂന്നാമത്തെ സെറ്റായി. അങ്ങനെ 3 സെറ്റാണ് നമുക്ക് ഈ ഒരു റൗണ്ടിൽ കിട്ടുക. പിന്നെ ഈ ഒരു കോർണറാണുള്ളത്. ഈ ഒരു കോർണറിൽ നമുക്ക് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. എന്നിട്ട് അതിൽ 3 ഡബിൾ ക്രോഷ്യ, കോർണറിൽ നമ്മൾ 6 സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. സെയിം സ്പേസിൽ 3 ഡബിൾ ക്രോഷ്യ ചെയ്യുക. അതിന് ശേഷം നമുക്ക്
2 ചെയിൻ ചെയ്യുക, പിന്നെ സെയിം സ്പേസിൽ തന്നെ 3 ഡബിൾ ക്രോഷ്യ ചെയ്യുക. അങ്ങനെ ടോട്ടൽ നമ്മൾ 6 ഡബിൾ ക്രോഷ്യ ചെയ്യുന്നുണ്ട്. ഈ ചെയിൻ 2 ചെയ്ത സ്പേസിൽ നമുക്ക് സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഈ ഒരു പാറ്റേൺ നമുക്ക് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാം. ഈ 3 സ്പേസിൽ നമുക്ക് 3 സെറ്റ് ഡബിൾ ക്രോഷ്യ ചെയ്യുക. 3 ഡബിൾ ക്രോഷ്യ, 3 ഡബിൾ ക്രോഷ്യ, 3 ഡബിൾ ക്രോഷ്യ. ഈ ഒരു സ്റ്റിച്ച് മാർക്കർ ഉള്ള സ്പേസിൽ 3 ഡബിൾ ക്രോഷ്യ, ചെയിൻ 2, 3 ഡബിൾ ക്രോഷ്യ 6 സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ ഈ റൗണ്ട് മുഴുവനും കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിനി എത്ര ലെങ്ത്തോ വിടുത്തോ അത്ര വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു രീതി എത്തുന്ന വരെ നമ്മൾ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഇൻക്രീസിങ് എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് റൗണ്ടിൽ ഞാൻ വേറെ ചെയ്ത് വെച്ചൊന്ന് കാണിച്ചു തരാം. നമ്മൾ ഇങ്ങനെയാണ് ചെയ്ത് വെച്ചിട്ടുള്ളത്. നമുക്ക് എത്ര ലെങ്ത്ത് വേണമെങ്കിലും ആ ഒരു ലെങ്ത്തിൽ ഇത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ബാഗ് നിങ്ങൾക്ക് എത്ര ലെങ്ത് ആണോ വേണ്ടത് ആ ഒരു ലെങ്ത്തിൽ നമുക്ക് ചെയ്യാം. നമുക്കിവിടെ 10 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്, ലെങ്ത്ത് കിട്ടിയിട്ടുണ്ട്. 10 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 10 ഇഞ്ച് ലെങ്ത്തും 10 ഇഞ്ച് വിടുത്തും കിട്ടും സ്ക്വയറിൽ നമ്മൾ ചെയ്യുന്നതുകൊണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ഇഞ്ച് വേണ്ടത് ആ ഒരു അനുസരിച്ച് നിങ്ങൾ ചെയ്ത് കൊടുക്കുക. ചെറിയ ബാഗൊക്കെ ആണെങ്കിൽ ചെറിയ ഇത് ചെയ്താൽ മതി. വലുത് ചെയ്യണമെങ്കിൽ 10 ഇഞ്ച്, അല്ല നല്ല വലുത് ചെയ്യണമെങ്കിൽ ഈ 15 ഇഞ്ചൊക്കെ ചെയ്യുക. ഞാനൊരു മീഡിയം സൈസാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഫ്ലവറിൻ്റെ ഈ ഒരു പെറ്റൽ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സ്ക്വയർ ഫസ്റ്റ് സ്ക്വയർ ഡിവൈഡ് ചെയ്തത് 3 ട്രിപ്പിൾ ക്രോഷ്യ വെച്ചിട്ടാണ്. ചെയിൻ 2, 3 ട്രിപ്പിൾ ക്രോഷ്യ ചെയ്തു. പിന്നെ അടുത്ത സ്പേസിൽ 2 സ്പേസിലാണ് നമ്മൾ ഡബിൾ ക്രോഷ്യേൻ്റെ 2 സെറ്റ് ചെയ്തത്. പിന്നെ കോർണർ ചെയ്തു. പിന്നെ അടുത്ത റൗണ്ട് വരുമ്പോൾ ഈ 2 സെറ്റ് ഉള്ളത് 3 സെറ്റായിട്ട് ഇൻക്രീസിങ് ചെയ്തു. പിന്നെ കോർണർ ചെയ്തു. പിന്നെ അടുത്ത റൗണ്ട് വരുമ്പോൾ ഈ 3 സെറ്റിനെ 4 സെറ്റായിട്ട് ഇൻക്രീസിങ് ചെയ്തു, കോർണർ ചെയ്തു. അടുത്ത റൗണ്ടിൽ ഇത് 5 1 2 3 4 5 5 സെറ്റായിട്ട് ഇൻക്രീസിങ് ചെയ്തു. പിന്നെ ഒരു കോർണർ ചെയ്തു. പിന്നെ അടുത്ത റൗണ്ടിൽ നമ്മൾ അത് 6 സെറ്റായിട്ട് ഇൻക്രീസിങ് ചെയ്തു. പിന്നെ കോർണർ ചെയ്തു. 7 സെറ്റായിട്ട് ഇൻക്രീസിങ് ചെയ്യുക, കോർണർ ചെയ്യുക. അടുത്ത റൗണ്ടിൽ 8 സെറ്റായിട്ട് ഇൻക്രീസിങ് ചെയ്യുക, ഒരു കോർണർ ചെയ്യുക. പിന്നെ 9 സെറ്റായിട്ട് ഇൻക്രീസിങ് ചെയ്യുക, കോർണർ ചെയ്യുക. 10 സെറ്റായിട്ട് ഇൻക്രീസിങ് ചെയ്യുക. അങ്ങനെ 12 സെറ്റായിട്ട് ഇൻക്രീസിങ് ചെയ്ത് കോർണർ ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു റൗണ്ട് പാറ്റേൺ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് 10 ഇഞ്ച് വിടുത്തും 10 ഇഞ്ച് ലെങ്ത്തും കിട്ടിയിട്ടുണ്ട്. ആ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്ത് കൊടുക്കാം.